മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മാർക്കോ ഫിലിപ്പോസിനോട് വന്ന് പറയണ്, എടാ ഒരു സംഗതി ഉണ്ടല്ലോ, ഒരു കുഴപ്പമുണ്ട് എന്നിങ്ങനെ പറയുമ്പോഴേ എന്താ മാർക്കോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സാഗറെ പോലീസ് പിടിച്ചു. എന്താ ചെയ്യുക ഇനി? കണ്ണൻ സാറോട് ഞാൻ എങ്ങനെ ഇത്, കണ്ണൻ സാർ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് പ്രതികരിക്കുമെന്ന് അറിയില്ല. അവനാണെങ്കിൽ ഒരു വിധത്തിൽ ജീവിച്ചു പോകുമായിരുന്നു. മഞ്ജു അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കുമെന്നും എനിക്കറിയില്ല. ആകെ ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിലായി. ഇതിൻ്റെ എല്ലാം പിന്നിൽ അവനാണ്, ആ മേഘനാഥനാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. മാർക്കോ ആകെ വിഷമത്തോടെയാണ് ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു മാർക്കോയ്ക്ക് അറിയില്ല. അതേസമയം കമലേശ്വരത്താണെങ്കിൽ മഹാലക്ഷ്മി ഒരേ ഛർദിയാണ് കേട്ടോ. മഹാലക്ഷ്മിക്ക് എത്ര ഛർദ്ദിച്ചിട്ടും മതിയാവുന്നില്ല. അതേപോലെ തന്നെ ഭയങ്കര വയറുവേദനയും ഭയങ്കര തലവേദനയും ഒക്കെയാണ്. ഇതെല്ലാം കാണുമ്പോൾ ദുർഗയ്ക്കും ഉണ്ണിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വാമദേവനോട് മേഘനാഥൻ ഇങ്ങനെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അച്ഛാ, എന്തായാലും ശരി, അവളുടെ കാര്യം കട്ട പുകയായി. അതിൻ്റെ കൂടെ തന്നെ അവനും ഉണ്ട്. ഉണ്ണി എന്നോട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വാമദേവനാകെ സന്തോഷം കൊണ്ട് സഹിക്കാൻ കഴിയണില്ല കേട്ടോ. ഏതായാലും ഞങ്ങളെല്ലാ കൊലകൊമ്പന്മാരും വിചാരിച്ചിട്ട് ഒരു കാര്യം നടന്നില്ല. അവളൊരു പെണ്ണൊരുത്തിയാണല്ലോ അവൾ. എന്തായാലും കരുണ മോളെ സമ്മതിച്ചേ തീരുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മേഘനാഥൻ അച്ഛനോട് പറയണം, അത് നന്നായി. എന്തായാലും അവർ രണ്ടുപേരും ICUയിലും ആശുപത്രിയിലുമായിട്ട് കിടക്കുമ്പോൾ തന്നെ സാഗറിന് ഞാനൊരു പണി വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാർ സാഗറിനൊരു പണി ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ എന്തായാലും പോലീസുകാരെ അറസ്റ്റ് ചെയ്യും. അവസാനം മഞ്ജുവിന് ഒരു ഗതിയില്ലാതെ അവൾ തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. ഞാൻ അവളെ ഒരു കൂട്ടിൽ അടച്ചു വയ്ക്കും. കാരണം ഇനി അവളൊരു പുറം ലോകം കാണില്ല. കണ്ണൻ്റെ എല്ലാ സ്വത്തുക്കളും എനിക്ക് നേർപകുതി കിട്ടും. കാരണം മഞ്ജു എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഉണ്ണി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ പൊട്ടി ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം സാഗറും വൈദ്യരും കൂടിയിട്ട് എവിടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് സാധനങ്ങളും മരുന്നും എല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ. തിരിച്ച് വന്ന സമയത്ത് തന്നെ പോലീസുകാർ വരികയാണ്. പോലീസുകാരെ കണ്ടതും വൈദ്യര് വിചാരിക്കും, സാധാരണ പോലീസുകാർ അവിടെ വല്ല ഒഴിച്ചലിനും തിരുമ്പലിനും ഒക്കെയാണ് വരാതെ. അല്ലാതെ ഇതുവരെ വൈദ്യര് ഒരു അനക്രതമായിട്ടും ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അത് കാരണം പോലീസുകാരെ കാണുമ്പോൾ തന്നെ വൈദ്യര് ചോദിക്കും, എന്താണെന്ന് ചോദിക്കും. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, പിന്നെ ഈ കാറിൽ എന്തോ ഒരു സാധനം ഉണ്ട് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ സാഗർ പറയും, ഈ കാറിൽ ഒരു സാധനങ്ങളും ഇല്ലല്ലോ, ഞങ്ങളിപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞങ്ങൾ ആദ്യം നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ കാറ് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ സാഗർ ആകെ പേടിച്ച് പോവുകയാണ്. ഇതെന്താ അത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ ഒരു സാധനം എടുക്കുകയാണ്. അതിന് ശേഷം പറയുകയാണ്, ഇതാണ് ഞങ്ങൾ പറഞ്ഞ സാധനം, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. സാഗർ എന്തായാലും ഞങ്ങളുടെ കൂടെ വരണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ സാഗർ പറയും, മേഘനാഥൻ ചതിച്ചിരിക്കുകയാണ്, ഒരിക്കലും ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല, അത് സത്യമായ കാര്യമാണ് പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മുടെ വൈദ്യരോടും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ മഞ്ജു അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും? അവൾക്ക് ആരുമില്ല, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകരുത്, ഇത് ചതിയാണ് എന്നെല്ലാം പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ വൈദ്യരൊന്നും പറയില്ല. വൈദ്യരാകെ ചിന്തിക്കുകയാണ്. എന്തായാലും മാർക്കോ പറഞ്ഞിട്ടാണ്, എങ്ങനെയുള്ളവരെ എങ്ങനെ എടുക്കും എന്ന് പോലീസുകാർ ചോദിക്കുന്നുണ്ട്. മാർക്കോ പറഞ്ഞിട്ട് മാത്രമാണ് ഞാനിവനെ പോലീസുകാരോട് പറയുകയാണ് ഞാൻ എടുത്തത്. ആ പെങ്കൊച്ചിനി എങ്ങനെ തന്നെ ജീവിക്കുക, ഇവൻ ഇത്രയും വലിയ ചതിനായല്ലോ എന്നിങ്ങനെ തോമസ് വൈദ്യരിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പോലീസുകാർ സാഗറെ കൊണ്ടുപോവുകയാണ്. അത് മഞ്ജു അറിയണം. മഞ്ജു അറിഞ്ഞതിന് ശേഷം മഞ്ജു വിചാരിക്കുകയാണ്, ശരിക്കും സാഗറേട്ടൻ ചതിക്കുകയായിരുന്നോ, സാഗറുടെ പഴയ സ്വഭാവമുണ്ടോ എന്നെല്ലാം അങ്ങനെ ചിന്തിക്കണം ഒരു നിമിഷം. സാഗർ പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇത് ചെയ്തിട്ടില്ല, എന്നെ ചതിച്ചിരിക്കുകയാണ് എന്ന് സാഗർ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. മാർക്കോ ആണെങ്കിൽ ഈ ചതി മേഘനാഥൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അതെന്തായാലും തിരിച്ചറിയണമെന്നും അത് മാർക്കോ അത് എന്തായാലും പൊളിക്കും, അത് ഉറപ്പായ കാര്യമാണ്. അതേസമയം വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്. മുത്തശ്ശിയും കൊച്ചുമോളും അച്ഛനും കൂടിയിട്ട് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും ശരി, അവളുടെ തുടക്കം തുടങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് ഒരേ തലവേദനയും ഛർദിയാണ്. ഏതായാലും രണ്ടാളും കൂടി ഒരാഴ്ച കൂടി അങ്ങനെ കഴിയും. അത് കഴിഞ്ഞ് അവരുടെ അവസാനം കഴിയും, അവർ മരിക്കും എന്നിങ്ങനെ പറയുകയാണ്. കാരണം ഒരു ഡോക്ടർമാർക്കും ഇത് ചികിത്സിച്ച് മാറ്റാൻ കഴിയില്ല. കാരണം ഈ മറിമരുന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആ വൈദ്യരുടെ അടുത്ത് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇതിനൊരു മറിമരുന്ന് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ് അവർ ആഹ്ലാദത്തോടു കൂടി ചിരിക്കുകയാണ്.